നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഈ ഡിറ്റർമിൻ്റെ വാല്യൂ 0 ആണ്, -1 ആണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആൽഫ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വാല്യൂ കാണണം. ഉണ്ട് ഇവിടെ sin സ്ക്വയർ 2 ആൽഫ, ഇവിടെ -sin സ്ക്വയർ ആൽഫയാണ്, cos സ്ക്വയർ ആൽഫ. ഇത് മെയിൻ ഡയഗണൽ 0 ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് നോക്കണം. സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ വാല്യൂ 0 ആണ്. സ്ക്യൂ സിമെട്രിക് അല്ല. ഡിറ്റർമിനന്റ് വാല്യൂ ഓഫ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ 0 ആണ്. അപ്പോൾ അത് ചെയ്യാനും വേണം. അപ്പോൾ 0 ഇൻറ്റു ദാറ്റ് ഉണ്ടാവില്ല. പിന്നെ -sin ആൽഫ ഇൻറ്റു എന്താണ്ടാവുക, -sin 2 ആൽഫ ഇൻറ്റു ഈ sin 2 ആൽഫ ഉള്ള കോളും റോവും റിമൂവ് ചെയ്യാം. അപ്പോൾ ദിസ് ഇൻറ്റു ദിസ് മൈനസ് ദിസ് ഇൻറ്റു ദിസ്. അപ്പോൾ ദിസ് ഇൻറ്റു ദിസ് ആകുമ്പോൾ പ്ലസ് വരും. അപ്പോൾ കോസ് ആൽഫ സൈൻ ബീറ്റ ഇൻറ്റു സൈൻ ആൽഫ സൈൻ ബീറ്റ അല്ലേ, സൈൻ ആൽഫ സൈൻ ബീറ്റ. പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, പ്ലസ് ആകുമ്പോൾ മൈനസ് കോസ് സ്ക്വയർ ആൽഫ ഉണ്ട്. അപ്പോൾ അതന്നെ എഴുതിയാൽ മതി. മൈനസ് കോസ് സ്ക്വയർ ആൽഫ ഇൻറ്റു കോസ് സ്ക്വയർ ആൽഫയുള്ള കോളും റോവും റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഉണ്ടാവുക ദിസ് ഇൻറ്റു ദിസ് മൈനസ് ദിസ് ഇൻറ്റു ദിസ്. അപ്പോൾ ഇത് ഉണ്ടാവില്ല 0 ആയതുകൊണ്ട്. അപ്പോൾ ഇത് മാത്രം ഉണ്ടാവും. അപ്പോൾ ഇറ്റ് ഇസ് മൈനസ് ദിസ് ഇൻറ്റു ദിസ് ആകുമ്പോൾ 2 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ, ഒരു 2 ഇവിടെ എഴുതാം, ഇൻറ്റു സൈൻ ബീറ്റ അല്ലേ, സൈൻ സ്ക്വയർ ബീറ്റ. ഇതാണ് ആ ഡിറ്റർമിൻ വാല്യൂ. അതൊന്ന് വൃത്തിയിലാക്കിയാൽ മതി. എങ്ങനെ വൃത്തിയിലാക്കാം? ഇത് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ ഉണ്ട് അല്ലേ, അപ്പോൾ സൈൻ 2 ആൽഫ ഉണ്ട്. ഓക്കെ, ഇതും അത് സൈൻ ആൽഫ സിംപ്ലിഫൈ ആവും. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് മൈനസ്, എല്ലാം ഇതാക്കാം. ഇത് സൈൻ 2 ആൽഫ പറഞ്ഞാൽ 2 സൈൻ ആൽഫ കോസ് ആൽഫയാണ്. അപ്പോൾ ഇവിടെ കോസ് ആൽഫ ഉണ്ട്, ഇവിടെ കോസ് ആൽഫ ഉണ്ട്. അപ്പോൾ കോസ് ആൽഫ സൈൻ ബീറ്റ സൈൻ ആൽഫ സൈൻ ബീറ്റ മൈനസ് പ്ലസ് ആവും അല്ലേ. ഇവിടെ എന്ത് വരും? 2 കോസ് സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ബീറ്റ, അങ്ങനല്ലേ വരാം. റൈറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സൈൻ ആൽഫ ഉണ്ട്, ഇവിടെ ഒരു സൈൻ ആൽഫ ഉണ്ട്. അപ്പോൾ ഈ സൈൻ ആൽഫയും കൂടി ക്ലബ് ചെയ്താൽ 2 സൈൻ സ്ക്വയർ ആൽഫ വരും അല്ലേ, അല്ല -2 സൈൻ സ്ക്വയർ ആൽഫ വരും. പിന്നെ ഇവിടെ ഒരു കോസ് ആൽഫ ഉണ്ട്, ഇവിടെ ഒരു കോസ് ആൽഫ ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും? കോസ് സ്ക്വയർ ആൽഫ വരും. പിന്നെ ഇവിടെ ഒരു സൈൻ ബീറ്റ ഉണ്ട്, സൈൻ ബീറ്റ ഉണ്ട്. അപ്പോൾ സൈൻ സ്ക്വയർ ബീറ്റ വരും. പ്ലസ് 2 കോസ് സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ബീറ്റ. അപ്പോൾ കോസ് സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ബീറ്റ, ഇതും അത് തന്നെയാണ്. ഒന്ന് പ്ലസ് ആണ്, ഒന്ന് മൈനസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആണ്. ഇതിൻ്റെ വാല്യൂ 0 ആണ്. 0 ആയതുകൊണ്ട് ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആൽഫ ആസ് വെൽ ആസ് ബീറ്റയാണ്. അങ്ങനെയും വേണം പറയാം, ആൽഫ ആൻഡ് ബീറ്റ. 0 ആണ് ഉത്തരം. ഇവിടെ ആൻസർ എ ആണ്, ബെസ്റ്റ് ആൻസർ എ ആണ്. ആക്ച്വലി ഇങ്ങനെ പറയാം, ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. Assume P, Q, R and S are matrices of order 2/m, k/n, m/2 and 2/3 respectively. Restrictions on k, m and n so that PQ plus RS is defined. നല്ല ചോദ്യം കേട്ടോ. അതായത് PQ plus RS ഡിഫൈൻഡ് ആണ്. PQ plus RS ഡിഫൈൻഡ് ആവണമെങ്കിൽ സമ്മാണ്. സമ്മ് ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്താവണം? ഇതിൻ്റെ ഓർഡറും സെയിം ആവണം. ഇതിൻ്റെ ഓർഡറും, അതായത് ഓർഡർ ഓഫ് പി ക്യു ഷുഡ് ബി ഈക്വൽ ടു ഓർഡർ ഓഫ് ആർ എസ്.
രണ്ട് മാട്രിസസ് ആഡ് ചെയ്യാൻ പറ്റണമെങ്കിലോ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റണമെങ്കിലോ ഒരേ ഓർഡറാണ്. ഓക്കെ, ഇനി പിയുടെ ഓർഡർ തന്നിട്ടുണ്ട്. എന്താ പിയുടെ ഓർഡർ? പിയുടെ ഓർഡർ 2/m ആണ്. ക്യൂവിൻ്റെ ഓർഡർ എന്താ തന്നിട്ടുള്ളത്? ക്യൂവിൻ്റെ ഓർഡർ k/n ആണ്. k/n ആണ്. അപ്പോൾ പി ക്യു എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? നമ്പർ ഓഫ്, ഇത് റോ ആണ്, ഇത് കോളം ആണ്. നമ്പർ ഓഫ് കോളംസ് ഓഫ് പി ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ക്യൂ. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് കോളംസ്, ഇതാണ് നമ്പർ ഓഫ് റോസ് ഓഫ് ക്യൂ. അപ്പോൾ എന്താണ്? പി ക്യു എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എമ്മും ക്യൂ കെയും ഈക്വൽ ആവണം. എമ്മും കെയും ഈക്വൽ ആവണം. അപ്പോൾ എന്താണ്? പിയുടെ ഓർഡർ 2/m ഉം പിയുടെ ഓർഡർ 2/m ഉം ക്യൂവിൻ്റെ ഓർഡർ അപ്പോൾ എന്താവും? m/n. കെ എന്ന് പറയുന്നത് എം ആവല്ലോ, m/n ആവും. അപ്പോൾ പി ക്യൂവിൻ്റെ ഓർഡർ എന്താവും? ഇത് എം ക്യാൻസൽ ആവും. അപ്പോൾ പി ക്യൂവിൻ്റെ ഓർഡർ 2/n ആവും. ഇതൊരു കൺസെപ്റ്റാണ് കേട്ടോ. 2/m m/n മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മാട്രിക്സിൻ്റെ ഓർഡർ 2/n ആയിരിക്കും. അപ്പോൾ പി ക്യൂവിൻ്റെ ഓർഡർ 2/n ആയിരിക്കും. ഇതാണ് പോയിന്റ് നമ്പർ 1. ഇനി പോയിന്റ് നമ്പർ 2, ക്യൂ ആർ എസ് എക്സിസ്റ്റ് ചെയ്യണം. ആറിൻ്റെ ഓർഡർ എന്താ? ആറിൻ്റെ ഓർഡർ പി ക്യു ആർ. ആറിൻ്റെ ഓർഡർ ഇത് പി ആണ്, ഇത് ക്യൂ ആണ്, ആർ. ആറിൻ്റെ ഓർഡർ m/2 ആണ്. എസിൻ്റെ ഓർഡർ ലാസ്റ്റ് ആണ്. ലാസ്റ്റ് ആരാ? 2/3 ആണ്. 2/3 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആർ എസ് എക്സിസ്റ്റ് ചെയ്യും. ആർ എസിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഈ 2 വെട്ടിപ്പോവുക. അപ്പോൾ ആൻസർ വിൽ ബി m/3 അല്ലേ? അപ്പോൾ ആർ എസിൻ്റെ ഓർഡർ m/3 ആവും. അപ്പോൾ ഇത് രണ്ടും സെയിം ആവണം. അപ്പോൾ ഇതിൻ്റെ പി ക്യൂവിൻ്റെ ഓർഡർ 2/n ആവണം, ആർ എസിൻ്റെ ഓർഡർ m/3 ആവണം. അപ്പോൾ m എന്ന് പറയുന്നത് 2 ആവണം, n എന്ന് പറയുന്നത് 3 ആവണം. അപ്പോൾ m is equal to 2 and n is equal to 3. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. m is equal to 3 and n is equal to 2. ഇതാണ് ആൻസർ. പിന്നെ m 3 ആണ്, m is equal to 3, n is equal to 2. അതായിട്ട് ഒറ്റ ചോയ്സിനേ ഉള്ളൂ. അപ്പോൾ 1 is ആൻസർ. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇൻ ദ മാട്രിക്സ് ഫോം എസ് നോക്കൂ, 3x + 4y = 5 ആണ്. മറ്റേ മാട്രിക്സ് എന്താണ്? 6x + 7y -8 അല്ലേ? അപ്പോൾ അതിന് മാട്രിക്സ് ഫോമിൽ എങ്ങനെ എഴുതാം? ഇത്രയേ ഉള്ളൂ. ഇതിൽ കോഎഫിഷ്യന്റ് മാട്രിക്സ് എഴുതാം. 3, 4, 6, 7 into xy. xy കോളം മാട്രിക്സ് ആയിട്ട് എഴുതാം. = 5 - 8. ഇതാണ് മാട്രിക്സ് ഫോമിൽ എഴുതേണ്ട സാധനം കേട്ടോ. ദാറ്റ്സ് ഓൾ. അപ്പോൾ ദാറ്റ് ഈസ് 3, 4, 6, 7 into xy. xy കോളം ആയിട്ട് എഴുതാം. ഇതിൽ 5 - 8. ഓപ്ഷൻ 2 is ആൻസർ. വെരി സിമ്പിൾ. സാധാരണ മാട്രിക്സ് മെത്തേഡ് എല്ലാവർക്കും ഇത് അറിയാം. ഓക്കെ, റൈറ്റ്. ഇനി എന്താണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് മോഡ് a + b - c - d? ഇതെന്താ നിങ്ങൾ ചെയ്യേണ്ടത്? സാധാരണ മതി മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഒരു മാട്രിക്സിന് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ സ്കെയിലാർ എല്ലാവരും ആയിട്ട് മൾട്ടിപ്ലൈഡ് ആവും. അപ്പോൾ എന്താവും? ഇത് 2a, ഇത് 2d, ഇത് 2b, ഇത് 2c പ്ലസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 -3 0 3 2 6. ഇതിൻ്റെ വാല്യൂ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 3 is 9, 5 3 is 15, 3 4 is 12, 3 6 18. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? ഇത് ഇക്വേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? 2a + 3, 2d - 3, 2b + 0, 2c + 6. ഇതാണ് ഈ മാട്രിക്സ്. അത് ഇതിനോട് ഈക്വൽ ആക്കാം. 9 15 12 18. അപ്പോൾ ഇത് രണ്ട് മാട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലിമെന്റ്സ് സെയിം ആവണം. അത്രയേ ഉള്ളൂ.
അപ്പോൾ 2a പ്ലസ് 3യുടെ വാല്യൂ 9 ആണ്. അപ്പം 2aയുടെ വാല്യൂ 6 ആണ്, എയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ ഇത് 3 ഉണ്ട് പ്ലസ്. ഇനി 2bയുടെ വാല്യൂ 12 ആണ്, ബിയുടെ വാല്യൂ 6 ആണ്. അപ്പോൾ ബിക്ക് പകരം 6 കൊടുക്കാം. പിന്നെ 2c പ്ലസ് 6 18 ആണ്. അപ്പോൾ 2cയുടെ വാല്യൂ 12 ആണ് അല്ലേ, 18 മൈനസ് 6 12 ആണ്. അപ്പോൾ സിയുടെ വാല്യൂ 6 ആണ്. അപ്പോൾ സിക്ക് പകരം 6 കൊടുക്കാം. ഇനി എന്താ 2d മൈനസ് 3 15 ആണ്. അപ്പോൾ 2d പറയുന്നത് 18 ആണ്. ഇതൊക്കെ സിമ്പിളാണ് മക്കളെ, വളരെ സിമ്പിളാണ്. d = 9 കൊടുക്കാം. ഇതിന് മോഡൽസ് എടുക്കാം. അത്രയേ ഉള്ളൂ. 6 3 9 9 9 വെട്ടിപ്പോവും, -6 ബാക്കി ഉണ്ടാവും. ആൻസർ 6. മോഡൽ 6 അല്ലേ ചോദിച്ചത്. അപ്പോൾ മോഡൽസ് ആകുമ്പോൾ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ ആൻസർ 6 ഇസ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എന്താ പറയുക? സൈൻ ഇൻവേഴ്സ് 1 - x പ്ലസ് സൈൻ ഇൻവേഴ്സ് x π/2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണെന്ന് ചോദ്യം. സൈൻ ഇൻവേഴ്സ് 1 - x മൈനസ് 2 സൈൻ ഇൻവേഴ്സ് x π/2 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണെന്ന് ചോദ്യം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പം നല്ലത് അതിൻ്റെ ഡൊമെയിൻ നോക്കണം. ചൂസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഗിവൺ ബിലോ ഇങ്ങനെ ചോദിച്ചിട്ട്. അപ്പം എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദ്യം. അപ്പോൾ എക്സ് 0, ഇതിപ്പോൾ നല്ലത് എന്താ വെച്ചാൽ 0 കൊടുത്താൽ മതി. തൽക്കാലം ഇവിടെ ഇതിന് കൊടുത്താൽ മതി. 0 കൊടുക്കുമ്പോൾ ഇത് 0 ആണ്, π/2 ശരിയാ. സൈൻ ഇൻവേഴ്സ് 1 π/2 ആണ്. അപ്പോൾ ഇത് ശരിയാ, x = 0 വർക്ക് ചെയ്യും. ഓക്കെ, ഇനി x = 1 കൊടുത്താൽ ഇത് 0 ആവും, ഇത് 1 ആവും. 2 π/2 സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2, അപ്പോൾ 2 π/2 π ആണ്. അപ്പോൾ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. 1/2 കൊടുത്താൽ എന്താ കിട്ടുക? സൈൻ ഇൻവേഴ്സ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2 വരും. സൈൻ ഇൻവേഴ്സ് 1/2 എന്താ? എക്സിന് പകരം 1/2 കൊടുത്താൽ എന്താ കിട്ടുക? സൈൻ ഇൻവേഴ്സ് 1/2 പ്ലസ് -2 സൈൻ ഇൻവേഴ്സ് 1/2 അല്ലേ? അതിൽ ചെറിയൊരു ട്രാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. സൈൻ ഇൻവേഴ്സ് 1/2 എക്സിന് പകരം 1/2 കൊടുത്താൽ 1 - 1/2 1/2. അപ്പോൾ 1/2 ആകുമ്പോൾ 2 സൈൻ ഇൻവേഴ്സ് 1/2 വരും. സൈൻ ഇൻവേഴ്സ് 1/2 എത്രയാണ്? എത്ര ഏത് ആംഗിളിലാണ് സൈൻ തീറ്റ 1/2 ആവുക? π/6 -2 × π/6. അപ്പോൾ π/6 - π/3 ആണ്. അപ്പോൾ -π/6 ആണ്. അപ്പോൾ അത് തെറ്റാണ്, കൊടുത്താൽ വർക്ക് ചെയ്യില്ല. ഇനി വർക്ക് ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല, വർക്ക് ചെയ്യാത്തതുകൊണ്ട് പിന്നെ നോക്കുന്നത് വേണ്ട. 2 കൊടുത്താൽ എന്താ വരിക? 2 കൊടുത്താൽ സൈൻ ഇൻവേഴ്സ് 1 - 2 എന്തായാലും വർക്ക് ചെയ്യില്ല, കാരണം സൈൻ ഇൻവേഴ്സ് x 2 ആവാൻ പറ്റില്ല. അപ്പോൾ ആക്ച്വലി എ മാത്രമാണ്, അത്ര മതി, എ മാത്രമാണ്. ഇതിൽ കൂടുതലൊന്നും കഥ വേണ്ട. സോ ഓപ്ഷൻസ് നോക്കുക, കൊടുത്ത് നോക്കുക, വർക്ക് ചെയ്ത് നോക്കുക. ആക്ച്വലി അതിൻ്റെ ഡൊമെയിനും കൂടി ശ്രദ്ധിക്കണം എന്നാണ്. പക്ഷേ x = 0 എന്തായാലും ഡൊമെയിനിൽ ഉണ്ടല്ലോ, x = 0 എന്തായാലും ഡൊമെയിനിൽ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. 2 എന്തായാലും വർക്ക് ചെയ്യില്ല, കാരണം സൈൻ ഇൻവേഴ്സ് x ഡിഫൈൻ ആവണമെങ്കിൽ x - 1 1 ഇടയിലാവണം. x ഒരിക്കലും 2 ആവാൻ പറ്റില്ല. ഓക്കെ, വാല്യൂ ഓഫ് സൈൻ 2 cot ഇൻവേഴ്സ് -5/12 എന്താണെന്ന് ചോദ്യം. 2 cot ഇൻവേഴ്സ് 5/12. 2 cot ഇൻവേഴ്സ് 5/12 നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ ഓഫ് 2 cot ഇൻവേഴ്സ് 5/12. cot ഇൻവേഴ്സ് -x എന്താ? π - cot ഇൻവേഴ്സ് x അല്ലേ? cot ഇൻവേഴ്സ് -x = π - cot ഇൻവേഴ്സ് x. ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. കോസ് ഇൻവേഴ്സ് -x ഉം π - cos ഇൻവേഴ്സ് x ആണ്. കോട്ട് ഇൻവേഴ്സ് -x ഉം π - cot ഇൻവേഴ്സ് x ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 2 × π - cot ഇൻവേഴ്സ് 5/12 ആണ്. ഓക്കെ, സിമ്പിൾ ആണ് അല്ലേ? അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? സൈൻ ഓഫ് 2π - 2 cos ഇൻവേഴ്സ് cot ഇൻവേഴ്സ് 5/12 വരും. റെഡി അല്ലേ? വാട്ട് ഈസ് സൈൻ ഓഫ് 2π - θ? അത് നമുക്കറിയാം. സൈൻ 2π - θ. വാട്ട് ഈസ് സൈൻ 2π - θ? സൈൻ 2π - θ പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ. 4th ക്വാഡ്രന്റിലുണ്ട്. അപ്പോൾ 4th ക്വാഡ്രന്റിൽ സൈൻസ് മൈനസ് ആണ് അല്ലേ? 2π - θ മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഇത് മൈനസ് സൈൻ 2 cot ഇൻവേഴ്സ്
5/12 ആണ്. അപ്പോൾ അത് അവിടെ വയ്ക്കാം. ഇനി cot inverse 5/12 എന്ന് പറഞ്ഞാൽ tan inverse 5/12 ആണ്. This is sin inverse 2 tan inverse 12/5. ഇതും അതെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. cot inverse x equals tan inverse tan inverse 1/x if x is positive. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. എക്സ് പോസിറ്റീവ് ആണ്, നിർബന്ധമാണ്. ഇവിടെ 5/12 പോസിറ്റീവ് ആണ്, അപ്പോൾ 12/5. ഓക്കെ, ഇനി 2 tan inverse എക്സിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. എന്താ 2 tan inverse എക്സിൻ്റെ ഫോർമുല? 2 tan inverse x വന്നാൽ tan inverse 2x by 1 minus x square. 2 tan inverse x വന്നാൽ tan inverse 2x by 1 minus x square. അപ്പോൾ ഇത് നമുക്ക് സൈൻ ഓഫ് എന്തെഴുതാം? tan inverse 2x by 2 into 12/5 divided by 1 minus 12/5 whole square. 12/4 whole square now 144/5 അല്ലേ? അപ്പോൾ സൈൻ tan inverse ദാറ്റ് വേ. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എന്താ കിട്ടുക? 24/5 ഏതാണ് ചെയ്യേണ്ടത്? 2 into 12 എന്നാൽ 24 ആണ്. 24/5 into 25 divided by 25 minus 144. 25 minus 144 എത്രയാണ്? 144 25 സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ 9 ഉണ്ടാവും. 3 ആകുമ്പം 1 119 മൈനസ് 119/25 ആണ്. അപ്പോൾ 25 മുകളിലേക്കായി. അപ്പോൾ ഈ 5 ഇവിടെ 5 തവണ പോകും. അപ്പം 5 4 20 കരി 2 5 2 10 12 മൈനസ് 120/119 ആണ്. മൈനസ് 120/119. tan inverse x സൈൻ്റെ ടേമിൽ എഴുതാം. tan inverse നമുക്ക് സൈൻ്റെ ടേമിൽ എഴുതിയാൽ മതി അല്ലേ? സൈൻ്റെ ടേമിൽ എഴുതിയാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. അതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം tan it is also equal to sin inverse 2x by 1 plus x square. അങ്ങനെ എഴുതാം. ഇതും 2 tan inverse x ആണ്. എന്തുകൊണ്ടാണ് ഇത് എടുക്കാൻ പറ്റുന്നത്? കാരണം ഇവിടെ സൈൻ ആണ്. സൈൻ ആകുമ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് ആക്കിയാൽ മതി. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ആക്കണമെങ്കിൽ ഇവിടെ 1 പ്ലസ് ആക്കിയാൽ മതി. 1 പ്ലസ്. അപ്പോൾ എന്താ വരിക? മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എന്താ വരിക? ഇപ്പം നമ്മൾ ചെയ്തു എന്താ? 24/5 ഇൻറ്റു 144 പ്ലസ് 25 പറയുമ്പം 169. ഇവിടെ 25/169 വരും. ഇവിടെ 5 പ്രാവശ്യം പോകും. 5 ആകുമ്പോൾ 120 വരും അല്ലേ? 120/169. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 120/169 ആണ്. ഈ 120/169 മൈനസ് 1 ഇടയിലാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് തന്നെയാണ്. ഇഫ് എക്സ് ലൈ ബിറ്റ്വീൻ -1 and 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ മൈനസ് 120/169 ആണ്. നല്ല ചോദ്യമാണ്. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. മൈനസ് 120/169 ആണ് ഉത്തരം. ഇത് നല്ല ചോദ്യമാണ് കേട്ടോ. ഇൻവേഴ്സിൽ ചോദിക്കാവുന്ന നല്ല ചോദ്യമാണ്. അടുത്ത ചോദ്യം, tan inverse 2/3 ഇങ്ങനെയാണ് ചോദ്യം. tan inverse 2 divided by 3 x plus 1 is equal to cot inverse 3 divided by 3 x plus 1 ആണെങ്കിൽ which of the following is true എന്നാണ് ചോദ്യം. ഇത് രണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? കാരണം ഇത് പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്, ഉറപ്പാണ്. പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം tan inverse x എന്താ? cot inverse 1/x ആണ്. അത് തിരിച്ചു എക്സ് പോസിറ്റീവ് ആണെന്ന് നിർബന്ധമാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ സാധനം പോസിറ്റീവാണ്. എക്സ്പോണന്റ് കനോട്ട് ബി നെഗറ്റീവ്. അപ്പോൾ 3 എപ്പോഴും പോസിറ്റീവാണ്. ഇത് 3 - x പോസിറ്റീവാണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? tan inverse 3x plus 1 മറിച്ചിടാം /3 എന്ന് എഴുതാം. tan inverse 2 divided by 3 x plus 1 ആണ്. അപ്പോൾ tan inverse of something is equal to tan inverse of something വരും. അപ്പോൾ tan inverse 1 ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആവും. അപ്പോൾ ഇത് രണ്ടും ഈക്വേറ്റ് ചെയ്യുന്നത് കിട്ടും 2/3 - x plus 1 is equal to 3x plus 1 divided by 3 വരും. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നോക്കാം, അത് നല്ലത്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് 6 ആവും. is equal to 3x plus 1 into 3 - x
3 power minus 6 plus 1. ഈ 3 power minus 6 plus 1 വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ? കുഴപ്പമില്ല. 3 power minus 6 plus 1. മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ 6. 3 power x into 3 power x 1. പിന്നെ പ്ലസ് 3 power x പ്ലസ് 3 power minus x പ്ലസ് 1 ഫിസിക്കൽ 6 വരും അല്ലേ? അപ്പോൾ എന്താ കിട്ടാം? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 power x പ്ലസ് 3 power minus x ഇസ് ഈക്വൽ ടു എന്താ വരിക? 5 വരും അല്ല 4 വരും അല്ലേ? 3 power x പ്ലസ് 3 power minus x ഇസ് ഈക്വൽ ടു 4. റെഡി അല്ലേ? 4. ഈ 3 power x 3 power minus x വേണമെങ്കിൽ t കൊടുക്കാം. അപ്പോൾ 3 power xന് t കൊടുക്കാം. അപ്പോൾ ഇത് t പ്ലസ് ഇത് 1/3 power x ആണ്. അപ്പോൾ t പ്ലസ് 1/t ഈസ് ഈക്വൽ ടു 4 വരും. t പ്ലസ് 1/t ഈസ് ഈക്വൽ ടു 4. അപ്പോൾ t പ്ലസ് 1/t 4 ആണെങ്കിൽ എന്താ വരിക? t സ്ക്വയർ മൈനസ് 4t പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 വരും അല്ലേ? അപ്പോൾ ടിയുടെ വാല്യൂ എന്താ വരിക? t ഈസ് ഈക്വൽ ടു 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 16 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ശരിയല്ലേ? 2/3 power x minus 1 3/3 power x minus 1 വെട്ടിക്കളഞ്ഞാൽ ഇങ്ങനെ വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 to 6 3 power x there is no real value of x satisfying the above condition. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഉണ്ടല്ലോ. പോസിറ്റീവ് ആണെങ്കിൽ തിരിച്ചെഴുതാം. ബട്ട് 6 is equal to 3 power x plus 1 into 3 power minus x plus 1. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 power x into 3 power minus x 1 വരും. 3 is 0 1 പ്ലസ് 3 power x പ്ലസ് 3 power minus x plus 1 വരും. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ആക്കിയാൽ 3 power x plus 3 power minus x minus 4 വരും. റൈറ്റ്? അപ്പോൾ ശരിയാണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ ടിയുടെ വാല്യൂ എന്താ കിട്ടുക? ടിയുടെ വാല്യൂ 4 പ്ലസ് ഓർ മൈനസ് ഇത് 12 ആണ്. 12 ആകുമ്പോൾ 2√3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ 2 പ്ലസ് ഓർ മൈനസ് √3 വരും. അപ്പോൾ 2 പ്ലസ് √3 ആവാം, 2 മൈനസ് √3 ആവാം അല്ലേ? 2 പ്ലസ് √3 ആവാം, 2 മൈനസ് √3 ആവാം. ക്യാൻ ബി 2 പ്ലസ് √3 or 2 മൈനസ് √3. അപ്പോൾ ടിയുടെ വാല്യൂ 2 പ്ലസ് √3 ആവാം, 2 മൈനസ് √3 ആവാം. അപ്പോൾ ടിയുടെ വാല്യൂ 2 പ്ലസ് √3 ആണെങ്കിൽ 3 raised to x 2 പ്ലസ് √3 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ലോഗ് 2 പ്ലസ് √3 ടു ദ ബേസ് 3 ആവും. ഇതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ചോദ്യം. ഇതുവരെ ഇങ്ങനെ ചോദ്യം കണ്ടിട്ടില്ലല്ലോ. There is one positive and one negative real value of x satisfying the above condition. There are two real positive values of x satisfying the above condition. There are two real. അത് നല്ല ചോദ്യമാണ്. ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നമുക്ക് നോക്കാം. കാരണം ഇത് നോക്കൂ, ഈ 3 power x പോസിറ്റീവ് ആവണം നിർബന്ധമാണ്. ഈ 2 മൈനസ് 3√3 റിയൽ ആണ്, പോസിറ്റീവ് ആണ്. 2 പ്ലസ് √3 റിയൽ ആണ്. അപ്പോൾ ഇതിനും വാല്യൂ ഉണ്ടാവും, ഇതിനും വാല്യൂ ഉണ്ടാവും. അപ്പോൾ 3 raised to x 2 മൈനസ് √3 ഇതിനും വാല്യൂ ഉണ്ടാവും, ഇതിനും വാല്യൂ ഉണ്ടാവും, ഇതിനും വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ? എക്സിൻ്റെ വാല്യൂ ലോഗ് ഓഫ് 2 പ്ലസ് √3 ടു ദ ബേസ് 3 ആണ്. ഇതിൻ്റെ വാല്യൂ ലോഗ് ഓഫ് 2 മൈനസ് √3 ടു ദ ബേസ് 3 ആണ്. ഇത് 2 പ്ലസ് √3 3നേക്കാൾ ബിഗർ ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കും. ദിസ് വിൽ ബി പോസിറ്റീവ്. ഇത് 2 മൈനസ് √3 പോയിന്റ് സംതിങ് ആയിരിക്കും. അപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ there are two x values, one positive and one negative. അതാണ് ഉത്തരം. There is one positive and one negative real value of x satisfying the above condition. അതാണ് ഉത്തരം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. there is no need for ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വരാറില്ല. പക്ഷേ ഇത് ഏതൊരു കൊല്ലം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് കുറച്ച് ലെങ്തിയാണ്, കുറച്ച് ടഫുമാണ്. കാരണം എന്താ, ഇങ്ങനെയൊക്കെ കുറേ ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ 3 raised to x 2 പ്ലസ് √3 ആണ്. എക്സിൻ്റെ വാല്യൂ ലോഗ് 2 പ്ലസ് √3 ടു ബേസ് ചെയ്യാം. ഇവിടെ 3നേക്കാൾ ബിഗർ ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. അറിയാലോ, ലോഗ് 1നേക്കാൾ താഴെയാണെങ്കിൽ, ഇപ്പോൾ ലോഗ് ടു ദ ബേസ് 3 ആണെങ്കിൽ ഇവിടെ 3നേക്കാൾ താഴെയാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. 3നേക്കാൾ വലുതാണെങ്കിൽ മാത്രമേ അത് ലോഗ് 1 0 ആണല്ലോ. അപ്പോൾ 1നേക്കാൾ ഇവിടെ ലോഗ് 1 0 ആണ്. ഇവിടെ 1നേക്കാൾ കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, 1നേക്കാൾ കുറവാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇത് 1നേക്കാൾ കുറവാണ്. 2 മൈനസ് 1/√3 പറഞ്ഞാൽ 2 മൈനസ് 1.732 ആണ്, പോയിന്റ് സംതിങ് ആണ്. അപ്പോൾ നെഗറ്റീവ് ആണ്. ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ടാവും, ഒരു നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും. 2 is the answer.
എനിവേ ആ ക്വസ്റ്റ്യൻ നമുക്ക് അവസാനത്തെ ചോദ്യമാണ്, അതുകൊണ്ട് ജസ്റ്റ് forget about it. Okay, with that we'll close unit 5 containing unit 6 containing determinants, inverse trigonometric function and matrices. Okay, thank you.